ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നോട് ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളോട് നോക്കാൻ പോകുന്നത്. അതിനായി ഇവിടെ ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കഴുകിയ ചിക്കൻ. നമ്മൾ ഇവിടെ ഏകദേശം 1 കിലോ കഴുകിയ ചിക്കൻ എടുക്കുന്നത്. നേരത്തെ കട്ട് ചെയ്ത് കൂടെ ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വയ്ക്കുക. എണ്ണ പാനിൽ ചൂടാക്കാൻ വയ്ക്കുക. 4 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് 10 സെക്കൻഡ് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയുടെ കളർ മാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഉള്ളി ആഡ് ചെയ്തിട്ട് അതിന് കൂടെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക്, നമ്മൾ അടുത്തിനി ആഡ് ചെയ്യാൻ വേണ്ടി ഉപ്പാണ്. ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ആഡ് ചെയ്യുക. ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ആ ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. നല്ലപോലെ എല്ലാം വഴറ്റിയെടുക്കുക. ഉള്ളി ഒരു ഗോൾഡൻ കളറാവുന്ന വരെയാണ് വഴറ്റാനുള്ളത്. തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഉള്ളി നല്ലപോലെ വെന്ത് വരുന്നത് വരെ വഴറ്റി എടുക്കുക. ഉള്ളി നല്ലപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലാസാണ് ആഡ് ചെയ്യാനുള്ളത്. മസാലാസ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് നമ്മളൊന്ന് 1 മിനിറ്റ് നേരം ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നടക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. എല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട്. പച്ച മസാല ആ മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മളിനി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്യാവുന്നതാണ്. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ചിക്കൻ പീസ് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മളിപ്പോൾ ചിക്കൻ പീസ് ആഡ് ചെയ്യുകയാണ്. ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഒരു ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ആവശ്യമനുസരിച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നതാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കൂടെ, ടോട്ടൽ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തീ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. 1 കപ്പ് വെള്ളം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഫുള്ളൊന്ന് എടുക്കുക. എല്ലാം ഒന്ന് മിക്സിനെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഇതിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നല്ലപോലെ തിളയ്ക്കുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറയ്ക്കുക. ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കുക. 10 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് ലിഡ് തുറന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫുള്ള് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. 10 മിനിറ്റിന് ശേഷം മാത്രം ലിഡ് തുറന്നെടുത്താൽ മതി. അങ്ങനെ ടോട്ടൽ 20 മിനിറ്റാണ് നമ്മൾ വയ്ക്കാനുള്ളത്. ആദ്യം 10 മിനിറ്റ് ലിഡ് തുടങ്ങുക. അടുത്ത 10 മിനിറ്റ് ഇതേപോലെ ലിഡ് തുറന്ന് ഫുള്ളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നാടൻ കോഴിയാണെങ്കിൽ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് വെന്താൻ നോക്കുക. വെന്തെങ്കിൽ 20 മിനിറ്റ് തന്നെ ധാരാളമാണ്. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എരിവ് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇതിന് ശേഷം നമ്മളിവിടെ കറിവേപ്പിലയും മല്ലിയിലയും എന്നിട്ട്
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതോടെ നിങ്ങളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്ത് മസാല എല്ലാം പിടിക്കുന്നത് പോലെ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെർവ് ചെയ്ത് എടുക്കാവുന്നതാണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചിക്കൻ കറി ഫുള്ള് എല്ലാം പിടിച്ച് നല്ലപോലെ ആയിട്ടുണ്ട്. തിക്ക് ഗ്രേവി ആയിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ, ദോശയോടെ, പൊറോട്ടയോടെ കഴിക്കാവുന്നതാണ്.